എല്ലാ പ്രിയ സഹോദരന്മാർക്കും സ്നേഹിതർക്കും ഈ ബൈബിൾ ക്ലാസ്സിൽ പങ്കെടുക്കുന്ന ഓൺലൈനായിട്ടും പിന്നീട് സോഷ്യൽ മീഡിയ വഴിയുമൊക്കെ ഇതിൽ പങ്കാളികളാകുന്ന കേൾക്കുന്ന എല്ലാ സ്നേഹിതർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. ഇന്നത്തെ ദൈവവചനത്തിൻ്റെ പഠനം ബൈബിൾ ക്ലാസ് പ്രത്യാശ നൽകുന്ന ദൈവം അഥവാ രണ്ടാമത്തെ ചാൻസ് നൽകുന്ന ദൈവം എന്നുള്ള ഒരു വിഷയമായിരിക്കും ഇന്ന് നാം പഠിക്കാനായിട്ട് പോകുന്നത്. മനുഷ്യരായ നാം നിരാശപ്പെട്ടു പോകാറുണ്ട്. പലപ്പോഴും പല സംഘർഷങ്ങളിലും പെട്ട് നിരാശപ്പെട്ടു പോകാറുണ്ട്. എന്നാൽ ദൈവം നമുക്ക് വീണ്ടും വീണ്ടും പ്രത്യാശ നൽകി, വീണ്ടും വീണ്ടും അവസരങ്ങൾ നൽകി, വീണ്ടും മെച്ചപ്പെടുവാനും കയറി വരുവാനുമുള്ള അവസരങ്ങൾ നൽകുകയും ചെയ്യുന്നു. അതാണ് ഇന്ന് നാം ചിന്തിക്കാൻ പോകുന്നത്. ഒരു വേദഭാഗം ആദ്യമായിട്ട് വായിക്കാം. റോമർക്കെഴുതിയ ലേഖനം 15-ാം അധ്യായം 13-ാം വചനമാണ് ആദ്യം വായിക്കുന്നത്. റോമൻസ് ചാപ്റ്റർ 15 വേഴ്സ് 13 വായിക്കാം. എന്നാൽ പ്രത്യാശ നൽകുന്ന ദൈവം പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ നിങ്ങൾ പ്രത്യാശയിൽ സമൃദ്ധിയുള്ളവരായി വിശ്വസിക്കുന്നതിലുള്ള സകല സന്തോഷവും സമാധാനവും കൊണ്ട് നിങ്ങളെ നിറയ്ക്കുമാറാകട്ടെ. ഇവിടെ ശ്രദ്ധിച്ചാൽ ദൈവത്തെക്കുറിച്ച് വിശേഷിപ്പിച്ചിരിക്കുന്നത് പ്രത്യാശ നൽകുന്ന ദൈവം, ഗാഡ് ഓഫ് ഹോപ്പ്, അഥവാ നിരാശയിലിരിക്കുന്നവർ, തോറ്റുപോയവർ, വീണുപോയവർ, അങ്ങനെയൊക്കെയുള്ളവരാണ് പലപ്പോഴും മിസ്റ്റേക്സ് വരുത്തും. നമുക്ക് പല തെറ്റുകളും സംഭവിക്കുന്നു, തോൽവികൾ സംഭവിക്കുന്നു, പല കാര്യങ്ങളും തെറ്റായിട്ട് ചെയ്തു പോകുന്നു. ചിലപ്പോൾ നിരാശ വർദ്ധിച്ചിട്ട് ദൈവത്തെ തന്നെ ഉപേക്ഷിച്ച് കളഞ്ഞു പോകുന്നവരും ഇല്ലാതില്ല. അങ്ങനെയൊക്കെയുള്ള പല ആളുകളാണ് നാമൊക്കെ. എന്നാൽ ദൈവത്തെക്കുറിച്ച് പറയുന്നു, നമുക്കിങ്ങനെയുള്ള ബലഹീനതകളും തോൽവികളുമൊക്കെ സംഭവിക്കാം. എങ്കിലും ദൈവം വളരെ സഹനമുള്ള ഒരാളാണ്. നമ്മുടെ ബലഹീനതകളെ വീണ്ടും വീണ്ടും അത് കണക്കിലെടുക്കാതെ നമ്മോട് വളരെ സഹിഷ്ണുതയോടെ ക്ഷമയോടെ കാത്തിരിക്കുന്ന ഒരു ദൈവമാണ്. ആ ദൈവം നമുക്ക് അടിക്കടി വീണ്ടും മടങ്ങി വരാനും ദൈവത്തിൻ്റെ കൂടെ ചേർന്ന് ജീവിക്കുവാനുമുള്ള സാധ്യതകളും അവസരങ്ങളും ദൈവം നൽകുന്നു എന്നുള്ളതാണ്. നാം ഒക്കെയും ജീവിച്ചിരിക്കുന്നു, ഇന്നും ആരോഗ്യത്തോടെ ഇരിക്കുന്നു, ദൈവം നമുക്ക് വർഷങ്ങളെ നൽകുന്നു എന്നുള്ളതും ഏറ്റവും നന്നായിട്ട് അനുഗ്രഹത്തോടെ ചിന്തിക്കുവാൻ കഴിയുന്ന കാര്യങ്ങളാണ്. ആകയാൽ ഈ വചനം, ഇന്ന് വായിച്ചു കേട്ട ഈ വചനം വലിയ പ്രോത്സാഹനത്തിൻ്റെ ഒരു വചനമാണ്. പ്രത്യാശ നൽകുന്ന ദൈവം. പ്രിയപ്പെട്ടവരെ, ഈ പ്രത്യാശ നൽകുന്ന ദൈവത്തിൽ നിങ്ങൾ ആശ്രയം വെച്ചിട്ടുണ്ടോ? നിങ്ങൾ ഈ ദൈവത്തെ വിശ്വസിച്ച് മുറുകെ പിടിക്കുന്നവരാണോ? അങ്ങനെയെങ്കിൽ മുൻകാലങ്ങളിൽ സംഭവിച്ച തോൽവികൾക്കപ്പുറത്തായിട്ട് ദൈവം നിങ്ങളെ ജയത്തോടെ നടത്തുവാൻ ആഗ്രഹിക്കുന്നു എന്ന് നമുക്ക് ആദ്യം തന്നെ ചിന്തിക്കുവാൻ സാധിക്കും. എന്നാൽ ഏതെങ്കിലും സമയത്ത് നമുക്കൊരു വീഴ്ച സംഭവിച്ചാൽ, തെറ്റ് സംഭവിച്ചാൽ, പലപ്പോഴും ആളുകളുടെ ഒരു സ്വഭാവം അതിനെ മൂടി വെക്കുക, കവറപ്പ് ചെയ്യുക, അതിനെ വെള്ളതേക്കുക എന്നുള്ളതാണ്. അതിനെ ഇപ്പോഴത്തെ ഭാഷയിൽ പറഞ്ഞാൽ അതിനെ വെളുപ്പിക്കുന്ന ഒരു ശീലമാണ് ആളുകൾക്കുള്ളത്. അങ്ങനെ ഒരിക്കലും നാം ചെയ്യരുത്. നമ്മുടെ ജീവിതത്തിലെ വീഴ്ചകളെ, തോൽവികളെക്കുറിച്ച് ദൈവം ബോധ്യം തരുമ്പോൾ നിശ്ചയമായിട്ടും നാം അതിനെക്കുറിച്ച് ദുഃഖിക്കുകയും അനുതാപത്തോടെ ദൈവസന്നിധിയിൽ വന്ന് ദൈവത്തോട് മാപ്പ് ചോദിക്കുകയും ദൈവമായിട്ട് നമ്മുടെ കാര്യങ്ങളെ ശരിയാക്കുകയും ചെയ്യണം എന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അങ്ങനെയുള്ളൊരു വചനമാണ് സദൃശവാക്യങ്ങൾ 28-ാം അധ്യായം 13-ാം വചനത്തിൽ നാം വായിക്കുന്നത്. പ്രൊവേർബ്സ് ചാപ്റ്റർ 28 വേഴ്സ് 13 വായിക്കാം. തന്റെ ലംഘനങ്ങളെ മറിക്കുന്നവന് ശുഭം വരികയില്ല, അവയെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവനോ കരുണ ലഭിക്കും. ലംഘനങ്ങൾ അഥവാ തെറ്റുകൾ, ദോഷങ്ങൾ, പാപങ്ങൾ, ഇത് സംഭവിച്ച ശേഷം, ഇതിൽ വീണുപോയ ശേഷം അതിനെ മറച്ചു വെക്കുന്ന, ഒന്നും സംഭവിച്ചില്ല എന്നുള്ള മട്ടിൽ ജീവിക്കുന്നവരെ സംബന്ധിച്ച് അവർക്ക് ശുഭം അഥവാ അനുഗ്രഹം, നന്മ ഉണ്ടാവുകയില്ല എന്ന് തിരുവെഴുത്ത് നമ്മോട് സംസാരിക്കുന്നു. എന്നാൽ അവയെ അംഗീകരിച്ച് ഏറ്റുപറഞ്ഞ്, ദൈവമേ എന്നോട് ക്ഷമിക്കണം, ഞാൻ തെറ്റിപ്പോയി, ഞാൻ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു, ഞാൻ അങ്ങനെ സംസാരിക്കാൻ പാടില്ലായിരുന്നു, ഞാൻ കുറച്ചുകൂടെ നല്ലതായിട്ട് ഇടപെടേണ്ടതായിരുന്നു എന്നൊക്കെ മനസ്സിലാക്കി ദൈവത്തോട് കാര്യങ്ങളെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച്, പാവങ്ങളെ ഉപേക്ഷിച്ച് ദൈവത്തിൻ്റെ അടുത്തേക്ക് വരുമോ അവർക്കാണ് കരുണ ലഭിക്കുന്നത്, അവർക്കാണ് പാപക്ഷമ, പാപമോചനം ലഭിക്കുന്നത് എന്ന് ദൈവവചനം നമ്മോട് ഇന്ന് രാത്രി പറയുകയാണ്. അതുകൊണ്ട്
ഞാനത് ചുരുക്കമായിട്ട് പറഞ്ഞാൽ, നമ്മുടെ ദൈവം നമ്മെ സ്നേഹിക്കുന്ന ദൈവമാണ്. അവിടുന്ന് കരുണയുള്ള ദൈവമാണ്. എല്ലാവരോടും ദയയും കരുണയും അചഞ്ചല സ്നേഹവും പ്രകടിപ്പിക്കുന്നവനാണ് നമ്മുടെ ദൈവം. ആ ദൈവത്തെ സംബന്ധിച്ച് പറഞ്ഞാൽ, എന്നെയും നമ്മെ ഓരോരുത്തരെയും സംബന്ധിച്ച് ആ ദൈവത്തിന് വലിയ പ്രതീക്ഷയുണ്ട്, വലിയ പ്രത്യാശയുണ്ട്. നമുക്കതുകൊണ്ടാണ് വീണ്ടും വീണ്ടും തെറ്റിപ്പോയിട്ടും മടങ്ങി വരാനുള്ള അവസരങ്ങൾ ദൈവം തന്നുകൊണ്ടിരിക്കുന്നത്. ഇക്കാര്യത്തെക്കുറിച്ച് നമ്മുടെ മനസ്സിൽ വ്യക്തമായ ഒരു ധാരണ ഉണ്ടായിരിക്കണം. ദൈവം അവസരങ്ങൾ നൽകുന്നവനാണ്. ദൈവം നമ്മെ എഴുതി തള്ളി നീ ശരിയല്ല, നീ ശരിയാവുകയില്ല എന്ന് പറഞ്ഞ് നമ്മെ ആരെയും തള്ളിക്കളയുന്നവനല്ല ദൈവം എന്ന് നമുക്ക് ഓർക്കേണ്ടതും ആവശ്യമാണ്. ഈ കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമുക്ക് ബൈബിളിൽ നിന്ന് ചില ദൃഷ്ടാന്തങ്ങൾ വേഗം ചിന്തിച്ചു പോകാം. ആദ്യം പഴയ നിയമത്തിലെ 2-3 പേരുടെ പേരുകൾ പറഞ്ഞ് നമുക്ക് വേഗം ചിന്തിച്ചു പോകാം. നിങ്ങൾ ചിലരെങ്കിലും ഇതൊക്കെ കേട്ട് മനസ്സിലാക്കിയിട്ടുള്ളതാണ്, വായിച്ച് ഗ്രഹിച്ചിട്ടുള്ളതാണ്. ആദ്യത്തെ ദൃഷ്ടാന്തം ഇസ്രായേൽ രാജാവായിരുന്ന ആഹാബ് എന്ന മനുഷ്യൻ്റെ കാര്യമാണ്. ആഹാബ് രാജാവ് അത്ര നല്ലൊരു മനുഷ്യനായിരുന്നില്ല എന്ന് മാത്രമല്ല, അദ്ദേഹത്തെക്കുറിച്ച് ഏറ്റവും തിന്മയായതാണ് ബൈബിൾ സംസാരിക്കുന്നത്. നമുക്ക് അദ്ദേഹത്തെക്കുറിച്ചുള്ള ചില വചനങ്ങൾ വായിക്കാം. അദ്ദേഹം ഏറ്റവും ദുഷ്ടനായ മനുഷ്യനായിരുന്നു. അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നത്, താൻ ദോഷം ചെയ്യാൻ, തിന്മ പ്രവർത്തിക്കുവാനായി തന്നെ തന്നെ വിറ്റുകളഞ്ഞ ഒരു മനുഷ്യനായിരുന്നു. അത് വളരെ അല്പം കടുത്ത ഒരു ഭാഷയാണ്. ദോഷം ചെയ്യാൻ തന്നെ തന്നെ വിറ്റുകളഞ്ഞ ഒരു മനുഷ്യൻ. നാം ആരും അത്രയൊന്നും അധപ്പതിച്ചു പോയിട്ടുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. എങ്കിലും ദൈവത്തിന് ആഹാബിനെക്കുറിച്ചും നമ്മെ ഓരോരുത്തരെക്കുറിച്ചും വലിയ പ്രതീക്ഷയുണ്ട്. നമുക്ക് ചില വചനങ്ങൾ വായിക്കാം. 1 രാജാക്കന്മാർ 21-ാം അധ്യായം 17 മുതൽ 19 വരെ ആദ്യം വായിക്കാം. 1 Kings chapter 21 verses 17 onwards വായിക്കാം. എന്നാൽ യഹോവയുടെ അരുളപ്പാട് തിശ്ബ്യനായ ഏലിയാവിനുണ്ടായത് എന്തെന്നാൽ, നീ എഴുന്നേറ്റ് ശമര്യയിലെ ഇസ്രായേൽ രാജാവായ ആഹാബിനെ എതിരേൽക്കാൻ ചെല്ലുക. ഇതാ അവൻ നാബോത്തിന്റെ മുന്തിരിത്തോട്ടം കൈവശമാക്കുവാൻ അവിടേക്ക് പോയിരിക്കുന്നു. നീ അവനോട്, നീ കൊല ചെയ്യുകയും കൈവശമാക്കുകയും ചെയ്തുവോ എന്ന് യഹോവ ചോദിക്കുന്നു. നായ്ക്കൾ നാബോത്തിന്റെ രക്തം നക്കിയ സ്ഥലത്ത് വെച്ച് തന്നെ നിന്റെ രക്തവും നക്കിക്കളയുമെന്ന് യഹോവ കൽപ്പിക്കുന്നു എന്ന് നീ അവനോട് പറയുക. ഇവിടെ ശ്രദ്ധിച്ചാൽ ദൈവം തൻ്റെ പ്രവാചകനെ അയച്ച് വളരെ ശക്തമായ താക്കീതും മുന്നറിയിപ്പും അതുപോലെ ശിക്ഷാവിധികളും ആഹാബിനോട് സംസാരിക്കുന്നു. ആഹാബേ, രാജാവേ, നിന്റെ ദുഷ്ടതയും തിന്മയും വളരെ പെരുകിയിരിക്കുന്നു. നീ ആളുകളെ കൊല ചെയ്തു, അവരുടെ വസ്തുവകകൾ അന്യായമായി പിടിച്ചു വാങ്ങിച്ചു. ദൈവം നിനക്ക് വലിയ ശിക്ഷ വെച്ചിട്ടുണ്ട് എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. നിന്റെ മരണം അത്യന്തം ദുഷ്കരമായിരിക്കും. നായ്ക്കൾ നിന്റെ രക്തം നക്കി തുടയ്ക്കും. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ദൈവത്തിൻ്റെ ദാസനായ ഏലിയാവ് സംസാരിച്ചപ്പോൾ ഈ ആഹാബ് രാജാവിന് തൻ്റെ ജീവിതത്തെക്കുറിച്ച് ഒരു പുനർവിചിന്തനമുണ്ടായി. തൻ്റെ പാപങ്ങളെയും ദുഷ്ടതയും കുറിച്ച് അദ്ദേഹം ദുഃഖിച്ചു എന്നാണ് നാം പിന്നീട് വായിക്കുന്നത്. അതേ അധ്യായത്തിൻ്റെ 27 മുതലുള്ള ചില വാക്യങ്ങൾ വായിക്കാം. verses 27 onwards. ആഹാബ് ആ വാക്ക് കേട്ടപ്പോൾ വസ്ത്രം കീറി തന്റെ ദേഹം പറ്റെ രട്ടുടുത്തുകൊണ്ട് ഉപവസിച്ചു. രട്ടിൽ തന്നെ കിടക്കുകയും സാവധാനമായി നടക്കുകയും ചെയ്തു. അപ്പോൾ യഹോവയുടെ അരുളപ്പാട് തിശ്ബ്യനായ ഏലിയാവിനുണ്ടായി. ആഹാബ് എന്റെ മുൻപാകെ തന്നെത്താൻ താഴ്ത്തിയത് കണ്ടുവോ? അവൻ എന്റെ മുൻപാകെ തന്നെത്താൻ താഴ്ത്തിയത് കൊണ്ട് ഞാൻ അവന്റെ ജീവകാലത്ത് അനർത്ഥം വരുത്താതെ അവന്റെ മകന്റെ കാലത്ത് അവന്റെ ഗൃഹത്തിന് അനർത്ഥം വരുത്തുമെന്ന് കൽപ്പിച്ചു. ഇവിടെ തൻ്റെ പാപങ്ങളെക്കുറിച്ച് പ്രവാചകൻ മുന്നറിയിച്ചു. അതിൻ്റെ ശിക്ഷാവിധിയെക്കുറിച്ച് പ്രസ്താവിച്ചപ്പോൾ ആഹാബ് ശരിയായ കാര്യം ചെയ്തു. അവൻ ദൈവസന്നിധിയിൽ തന്നെത്താൻ എളിമപ്പെടുത്തി ചാക്കുശീല ധരിച്ചുകൊണ്ട് ഉപവസിച്ച് പ്രാർത്ഥിച്ചു. ദൈവത്തോട് നിലവിളിച്ചു, ദൈവമേ എന്നോട് കരുണയുണ്ടാകണമേ എന്ന് പ്രാർത്ഥിച്ചു. അപ്പോൾ ദൈവം അവന് വീണ്ടും ഒരവസരം കൊടുത്തു. അവനോട് പറഞ്ഞു, നിന്റെ കാലത്ത് ഈ ശിക്ഷാവിധി ഉണ്ടാവുകയില്ല, നീ സമാധാനത്തോടെ അടക്കപ്പെടും, എന്നാൽ അടുത്ത തലമുറയിൽ ഈ ശിക്ഷാവിധി ഉണ്ടാകും എന്നുള്ള നിലയ്ക്കാണ് പ്രവാചകൻ അവനോട് സംസാരിച്ചത്. പ്രിയ സ്നേഹിതരെ, ദൈവം എത്ര ദോഷത്തിൽ ജീവിക്കുന്ന ഒരു മനുഷ്യനാണെങ്കിൽ പോലും അവൻ ദൈവത്തിലേക്ക് നോക്കിയാൽ ദൈവം അങ്ങനെയുള്ളവർക്കും
കരുണ ചെയ്യുന്നവനാണ്. എന്നെ കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരും ഈ കാര്യം വിശ്വസിച്ച് മനസ്സിലാക്കണം. ദൈവമേ, എന്നോട് കരുണയുണ്ടാകണമേ, എൻ്റെ തെറ്റുകളെയും പാപങ്ങളെയും എന്നോട് ക്ഷമിക്കണമേ എന്ന് ആര് ദൈവത്തോട് പ്രാർത്ഥിക്കും? ദൈവം നിശ്ചയമായും നിങ്ങൾക്ക് വീണ്ടും അവസരങ്ങൾ തരുവാൻ നോക്കിയിരിക്കുകയാണ്. അടുത്ത ദൃഷ്ടാന്തം അത് മറ്റൊരു പ്രവാചകനെക്കുറിച്ചാണ്. ദൈവം തൻ്റെ സന്ദേശം ഒരു ദേശത്തെ ജനങ്ങളോട് അറിയിക്കുവാനായിട്ട് നിയോഗിക്കപ്പെട്ട യോന എന്ന പ്രവാചകൻ്റെ ദൃഷ്ടാന്തവും ആ പ്രവാചകന് ദൈവം രണ്ടാമത് കൊടുത്ത അവസരത്തെക്കുറിച്ചുമാണ് നാം ചിന്തിക്കാനായിട്ട് പോകുന്നത്. യോന ദൈവം അവനോട് കൽപ്പിച്ച അവന് കൊടുത്ത ആജ്ഞയെ അവഗണിച്ചുകൊണ്ട് വിപരീത ദിക്കിലേക്ക് അയാൾ ഓടിപ്പോയി എന്ന് കാണുന്നു. യോനായുടെ പുസ്തകം നമുക്കെടുക്കാം. അതിൻ്റെ 1-ാം അധ്യായം 1, 2, 3 വാക്യങ്ങൾ, 4 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. ദ ബുക്ക് ഓഫ് ജോന ചാപ്റ്റർ 1 വേഴ്സസ് 1 to 4 വായിക്കാം. അമിത്തായുടെ മകനായ യോനയ്ക്ക് യഹോവയുടെ അരുളപ്പാട് ഉണ്ടായതെന്തെന്നാൽ, നീ പുറപ്പെട്ട് മഹാനഗരമായ നിനിവേയിലേക്ക് ചെന്ന് അതിന് വിരോധമായി പ്രസംഗിക്കുക. അവരുടെ ദുഷ്ടത എന്റെ സന്നിധിയിൽ എത്തിയിരിക്കുന്നു. എന്നാൽ യോന യഹോവയുടെ സന്നിധിയിൽ നിന്ന് തർശീഷിലേക്ക് ഓടിപ്പോകേണ്ടതിന് പുറപ്പെട്ട് യാഫോയിലേക്ക് ചെന്നു. തർശീഷിലേക്ക് പോകുന്ന ഒരു കപ്പൽ കണ്ട് കൂലി കൊടുത്ത് യഹോവയുടെ സന്നിധിയിൽ നിന്ന് അവരോടുകൂടെ തർശീഷിലേക്ക് പോയി കളവാൻ അതിൽ കയറി. യഹോവയോ സമുദ്രത്തിൽ ഒരു പെരുങ്കാറ്റടിപ്പിച്ചു. കപ്പൽ തകർന്നു പോകുവാൻ തക്കവണ്ണം സമുദ്രത്തിൽ വലിയൊരു കോൾ ഉണ്ടായി. ഈ വചനങ്ങളിൽ ദൈവം യോന പ്രവാചകന് കൊടുക്കുന്ന നിർദ്ദേശം നിയോഗമാണ്. എന്നാൽ നമുക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കും, ദൈവം അദ്ദേഹത്തോട് സംസാരിച്ചിട്ടും അദ്ദേഹം അത് അവഗണിച്ച് ദൈവം പറഞ്ഞതിന് വിരുദ്ധമായിട്ട് അവൻ മറ്റൊരു ദിശയിലേക്ക് കപ്പൽ കയറി യാത്ര പോയി. എന്നാൽ മാർഗമധ്യേ വലിയ ദുരന്തമുണ്ടായി. നമുക്ക് ആ സംഭവം അറിയാം. കപ്പൽക്കാർ യോനയെ അവനാണ് കുറ്റക്കാരനെന്ന് മനസ്സിലാക്കിയിട്ട് കപ്പൽക്കാർ അവനെ സമുദ്രത്തിലേക്ക് വലിച്ചെറിയുന്ന ഭാഗം നമുക്ക് വീണ്ടും വായിക്കാം. യോനയുടെ 1-ാം അധ്യായം 16ഉം 17ഉം വാക്യങ്ങൾ നമുക്ക് വായിക്കാം. ജോന ചാപ്റ്റർ 1 വേഴ്സസ് 16 and 17. പിന്നെ അവർ യോനയെ എടുത്ത് സമുദ്രത്തിൽ ഇട്ടുകളയും, സമുദ്രത്തിന്റെ കോപം അടങ്ങുകയും ചെയ്തു. അപ്പോൾ അവർ യഹോവയെ അത്യന്തം ഭയപ്പെട്ടു. യഹോവയ്ക്ക് യാഗം കഴിച്ച് നേർച്ചകളും നേർന്നു. യോനയെ വിഴുങ്ങേണ്ടതിന് യഹോവ ഒരു മഹാമത്സ്യത്തെ കൽപ്പിച്ചാക്കിയിരുന്നു. അങ്ങനെ യോന 3 രാവും 3 പകലും മത്സ്യത്തിന്റെ വയറ്റിൽ കിടന്നു. ഇവിടെ യോനയെക്കുറിച്ച് നമുക്ക് ഈ ഭാഗത്ത് വായിച്ച് കേട്ടല്ലോ. ദൈവം കടലിൽ ഒരു വലിയ കൊടുങ്കാറ്റ് അടുപ്പിച്ചു. അതിൻ്റെ ഫലമായി കപ്പൽക്കാർ, യാത്രക്കാർ അവരെല്ലാവരും കൂടെ ചീട്ടിട്ടു. യോനയാണ് കുറ്റക്കാരനെന്ന് കണ്ടു. യോനയോട് അവർ സംസാരിച്ചപ്പോൾ യോനയുടെ ഒരു നല്ല സ്വഭാവം, അവൻ സത്യം പറയുന്നവനായിരുന്നു. പ്രിയപ്പെട്ടവരെ, ഇത് വളരെ നല്ല ഒരു സ്വഭാവമാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും സത്യം പറയാതെ കള്ളം പറയുന്ന, നുണ പറയുന്ന, സത്യം ഒളിച്ചു വെച്ച് നിങ്ങൾക്ക് അനുകൂലമായിട്ട് സംസാരിക്കുന്ന സ്വഭാവക്കാരാണെങ്കിൽ യോനയിൽ നിന്നൊരു നല്ല പാഠം പഠിക്കണം. യോനയോട് സംസാരിച്ചപ്പോൾ യോന പറഞ്ഞു, ഞാൻ എബ്രായനാണ്, യഹൂദനാണ്, ദൈവം പറഞ്ഞ കാര്യം അവഗണിച്ച് ഞാനിങ്ങനെ ഓടിപ്പോവുകയാണ് എന്നൊക്കെയുള്ള കാര്യമെല്ലാം തുറന്നു പറഞ്ഞു. നമ്മുടെ ജീവിതത്തെക്കുറിച്ചുള്ള സത്യങ്ങൾ അത് ലജ്ജാവഹമാകാം, ദുഃഖമുണ്ടാക്കുന്നതാകാം, എന്നാൽ പോലും സത്യം പറയുവാൻ നാം ഒരുങ്ങിയിരിക്കണം. യോനയുടെ ആ നല്ല സ്വഭാവം ഒരുപക്ഷെ ദൈവം അത് അംഗീകരിച്ചു. പിന്നീട് അവൻ മത്സ്യത്തിൻ്റെ വയറ്റിൽ കിടന്ന് 3 നാൾ അവിടെ കിടന്നു. അവൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു. അങ്ങനെ ദൈവം യോനയെ അവിടെ നിന്ന് വിടുവിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. നമുക്ക് വായിക്കാം. യോന മത്സ്യത്തിൻ്റെ വയറ്റിൽ കിടന്ന് സംസാരിക്കുന്നതാണ്. യോനയുടെ പുസ്തകം 2-ാം അധ്യായം 6ഉം 7ഉം വചനങ്ങൾ വായിക്കാം. ചാപ്റ്റർ 2 വേഴ്സസ് 6 and 7. ഞാൻ പർവ്വതങ്ങളുടെ അടിവാരങ്ങളോളം ഇറങ്ങി, ഭൂമി തന്റെ ഓടാമ്പലുകളാൽ എന്നെ സദാകാലത്തേക്ക് അടച്ചിരുന്നു. നീയോ എന്റെ ദൈവമായ യഹോവേ, എന്റെ പ്രാണനെ കുഴിയിൽ നിന്ന് കയറ്റിയിരിക്കുന്നു. എന്റെ പ്രാണൻ എന്റെ ഉള്ളിൽ ക്ഷീണിച്ചു പോയപ്പോൾ ഞാൻ യഹോവയെ ഓർത്തു. എന്റെ പ്രാർത്ഥന നിന്റെ വിശുദ്ധ മന്ദിരത്തിൽ നിന്റെ അടുക്കൽ എത്തി. ഇവിടെ ദൈവത്തോട് യോന പ്രാർത്ഥിച്ചു. യോനയ്ക്ക് ശരിയായ മാനസാന്തരം ഉണ്ടായോ എന്നുള്ള വ്യക്തമല്ല. എങ്കിലും തനിക്ക് സംഭവിച്ച ദുരന്തത്തിൽ അവൻ മനം നൊന്ത് ദൈവത്തോട് നിലവിളിച്ചു പ്രാർത്ഥിച്ചു. ദൈവം അവൻ്റെ സത്യസന്ധത കണ്ട് അവനോട് മനസ്സലിഞ്ഞ് നാം പറഞ്ഞു വരുന്ന വിഷയം, ദൈവം യോനയ്ക്ക് ഒരു സെക്കൻഡ് ചാൻസ്, രണ്ടാമതൊരു ചാൻസ് കൊടുത്തു. ദൈവത്തെ അനുസരിക്കുവാനും ദൈവം പറഞ്ഞതുപോലെ ചെയ്യാനുമുള്ള ഒരവസരം വീണ്ടും കൊടുത്തു. ഇതാണ് നമ്മുടെ മുഖ്യമായ വിഷയം. നമ്മുടെയൊക്കെ ജീവിതത്തിൽ
തെറ്റുകൾ സംഭവിക്കുമ്പോൾ, വീഴ്ചകൾ സംഭവിക്കുമ്പോൾ ദൈവത്തിലേക്ക് മടങ്ങി വരാൻ ദൈവം അവസരം നൽകും. നമ്മെ മടക്കി വരുത്തി വീണ്ടും യഥാസ്ഥാനപ്പെടുത്തി നമ്മെക്കൊണ്ട് ദൈവത്തിൻ്റെ പ്രവൃത്തി ചെയ്യിപ്പിക്കുവാൻ ദൈവം ഈ കാലങ്ങളിൽ ആഗ്രഹിക്കുന്നു. ഇനിയും യോനയുടെ പുസ്തകം 3-ാം അധ്യായം 1 മുതൽ 4 വരെ വായിക്കാം. ജോന ചാപ്റ്റർ 3 വേഴ്സസ് 1-4 വായിക്കാം. യഹോവയുടെ അരുളപ്പാട് 2-ാം പ്രാവശ്യവും യോനയ്ക്കുണ്ടായത് എന്തെന്നാൽ, നീ പുറപ്പെട്ട് മഹാനഗരമായ നിനിവേയിലേക്ക് ചെന്ന് ഞാൻ നിന്നോട് അരുളി ചെയ്യുന്ന പ്രസംഗം അതിനോട് പ്രസംഗിക്കുക. അങ്ങനെ യോന പുറപ്പെട്ടു യഹോവയുടെ കൽപ്പന പ്രകാരം നിനിവേയിലേക്ക് ചെന്നു. എന്നാൽ നിനിവേ 3 ദിവസത്തെ വഴിയുള്ള അതിമഹത്തായ ഒരു നഗരമായിരുന്നു. യോന നഗരത്തിൽ കടന്ന് ആദ്യം 1 ദിവസത്തെ വഴി ചെന്നു. ഇനി 40 ദിവസം കഴിഞ്ഞാൽ നിനിവേ ഉന്മൂലമാകുമെന്ന് ഘോഷിച്ചു പറഞ്ഞു. ഇവിടെ രണ്ടാമത്തെ അവസരം യോനയ്ക്ക് ലഭിച്ചപ്പോൾ യോന അത് കയറി പിടിച്ചു. അവൻ ദൈവത്തെ അനുസരിച്ചു. തനിക്ക് ഇഷ്ടമില്ലാഞ്ഞിട്ടുകൂടെ നിനവേക്കാർ മാനസാന്തരപ്പെടുക, അവർ രക്ഷപ്പെടുക, അവർക്കുള്ള നാശം ഒഴിഞ്ഞു പോവുക എന്നുള്ളത് യോനയെ സംബന്ധിച്ച് ഒട്ടും ഇഷ്ടമുള്ള കാര്യമല്ല. അദ്ദേഹം യഹൂദനായിരുന്നു. നിനവേ അവരുടെ ശത്രു രാജ്യമായിരുന്നു. അതുകൊണ്ട് നിനവേ നശിച്ചു പോകണമെന്നാണ് യോന ആഗ്രഹിച്ചത്. എങ്കിലും ദൈവം അദ്ദേഹത്തിന് രണ്ടാമതൊരു അവസരം കൊടുത്തു. അതുകൊണ്ട് ഈ നിനവേക്കാരോട് പ്രസംഗിച്ചു പറഞ്ഞു, ഈ പട്ടണം നശിച്ചു പോകാൻ പോവുകയാണ്. നമുക്ക് ആ കഥയുടെ ബാക്കി അറിയാം. ആ പട്ടണക്കാർ, ആ ദേശക്കാർ മുഴുവനും ദൈവത്തിലേക്ക് തിരിഞ്ഞ് നിലവിളിച്ചു പ്രാർത്ഥിച്ചു. ദൈവം അവർക്ക് വരുത്തുമെന്ന് പറഞ്ഞ നാശം വരുത്തിയില്ല. ശരി, ഇങ്ങനെ ബൈബിളിൽ നാം അനേക സംഭവങ്ങൾ കാണുന്നു. ദൈവം ഒരു ജനങ്ങൾക്ക്, ഒരു വ്യക്തിക്ക് വരുത്തുമെന്ന് പറഞ്ഞ നാശം ദൈവം മാറ്റിക്കൊടുക്കുന്നു. ദൈവം മനുഷ്യർക്ക് രണ്ടാമത് വീണ്ടും അവസരങ്ങൾ കൊടുക്കുന്നു. ഇനി മൂന്നാമത് ഇസ്രായേൽ ജനത്തെക്കുറിച്ചും 2 വാക്ക് പറഞ്ഞ് മുമ്പോട്ട് പോകാം. ഇസ്രായേൽ ജനം ആദ്യം മുതൽ അവസാനം വരെയും ദൈവത്തോട് മറുതലിക്കുന്ന, ദൈവത്തോട് റിബൽ ചെയ്യുന്ന, ആവലാതിക്കാരും പരാതിക്കാരും വിറുവിറുപ്പുകാരും ദൈവത്തിൻ്റെ വചനത്തെ അനുസരിക്കാതെ തെറ്റ് ചെയ്യുന്നവരുമായ ഒരു ജനക്കൂട്ടമായിരുന്നു. ഒരു സമയത്ത് ദൈവം പ്രവാചകനായ യെഹെസ്കേലിന് അവരെക്കുറിച്ചുള്ള ഒരു ദർശനം കൊടുത്തു. ഇനി ഒരു രീതിയിലും ഗുണപ്പെടാൻ സാധ്യതയില്ലാത്ത ഒരു ജനമായി ഇവർ മാറിയിരിക്കുന്നു. അതാണ് ആ ദർശനത്തിൻ്റെ അർത്ഥം. യെഹെസ്കേലിൻ്റെ പുസ്തകം 37-ാം അധ്യായം 11-12 വചനങ്ങൾ വായിക്കാം. ദ ബുക്ക് ഓഫ് എസെക്കിയേൽ ചാപ്റ്റർ 37 വേഴ്സസ് 11 and 12. പിന്നെ അവൻ എന്നോട് അരുളി ചെയ്തത്, മനുഷ്യപുത്ര, ഈ അസ്ഥികൾ ഇസ്രായേൽ ഗൃഹമൊക്കെയും ആകുന്നു. ഞങ്ങളുടെ അസ്ഥികൾ ഉണങ്ങി, ഞങ്ങളുടെ പ്രത്യാശയ്ക്ക് ഭംഗം വന്നു, ഞങ്ങൾ തീരെ മുടിഞ്ഞിരിക്കുന്നു എന്ന് അവർ പറയുന്നു. അതുകൊണ്ട് നീ പ്രവചിച്ച് അവരോട് പറയേണ്ടത്, യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, എന്റെ ജനമേ, ഞാൻ നിങ്ങളുടെ ശവക്കുഴി തുറന്ന് നിങ്ങളെ ശവക്കുഴിയിൽ നിന്ന് കയറ്റി ഇസ്രായേൽ ദേശത്തേക്ക് കൊണ്ടുപോകും. ഇവിടെ ശ്രദ്ധിച്ചാൽ ഇസ്രായേൽ ജനം അപ്പോൾ ആയിരുന്നത് ഉണങ്ങിയ അസ്ഥികൾ ചിതറിക്കിടക്കുന്ന ഒരു വലിയ താഴ്വരയാണ് പ്രവാചകന ദൈവം കാണിച്ചത്. ഇസ്രായേൽ ജനത്തിൻ്റെ ഒരു അവസ്ഥയായിരുന്നു അത്. ഇനി ഒരു രീതിയിലും അവർ ശരിയാകാൻ ന്യായമില്ലാത്ത അവസ്ഥയിൽ ചിതറിക്കിടക്കുന്ന അസ്ഥികഷ്ണങ്ങൾ പോലെ അവർ ആയിപ്പോയി. അവർ തന്നെ പറഞ്ഞു, ഞങ്ങളുടെ അസ്ഥികൾ ഉണങ്ങി, ഞങ്ങളുടെ പ്രത്യാശയ്ക്ക് ഭംഗം വന്നു, ഞങ്ങൾ തീരെ മുടിഞ്ഞ് നശിച്ചിരിക്കുന്നുവെന്ന് ഇസ്രായേൽ ജനം പറയുന്ന ഒരു സമയമാണ്. എങ്കിലും ദൈവം കരുണയുള്ളവനായതുകൊണ്ട് ഈ പ്രത്യാശയ്ക്ക് ഭംഗം വന്ന, ഇനി ആശയ്ക്ക് വകയില്ലാത്ത ഈ ജനത്തിന് ദൈവം ഒരു ചാൻസ് കൊടുത്തു. അവരെ മടക്കി വരുത്താം. നിങ്ങൾ മാനസാന്തരപ്പെട്ട് മടങ്ങി വന്നാൽ നിങ്ങളെ ശവക്കുഴിയിൽ നിന്നും ഞാൻ കയറ്റി ഇസ്രായേൽ ദേശത്തേക്ക് കൊണ്ടുപോകും എന്ന് ദൈവം പ്രസ്താവിച്ചു. ഈ പ്രയോഗം, പ്രിയപ്പെട്ടവരെ, എന്നെ നിങ്ങളെയും കുറിച്ചാണ്. നിങ്ങളുടെ അവസ്ഥ എത്ര പരിതാപകരമാണെങ്കിലും ദൈവം നിങ്ങൾക്ക് ഇനിയും അവസരം തരുവാൻ ഒരുങ്ങിയിരിക്കുന്നു. എന്നാൽ നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ ദോഷവഴികളെ വിട്ട് ദൈവത്തിലേക്ക് തിരിയണം എന്ന് ദൈവം നിങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. ഇസ്രായേൽ ജനത്തിൻ്റെ കാര്യത്തിൽ 100% ഹോപ്പ്ലെസ് ആയിരുന്നു. ഒരു പ്രത്യാശയ്ക്കും വകയില്ല. എന്നാൽ ദൈവത്തിൻ്റെ വാഗ്ദത്തം അവർക്ക് ദൈവം കൊടുത്തു. ഞാൻ നിങ്ങളെ ശവക്കുഴിയിൽ നിന്നും കരകയറ്റും, നിങ്ങളെ വീണ്ടും ജീവിപ്പിക്കും. ദൈവം എത്ര സ്നേഹമുള്ളവനും പ്രത്യാശ നൽകുന്ന ദൈവവുമാണ്. ഇന്ന് ഈ ദൈവം ജീവിക്കുന്നു. എന്നെ കേൾക്കുന്ന നാം ഓരോരുത്തരെ സംബന്ധിച്ചും നിങ്ങളുടെ അവസ്ഥ എന്താണെങ്കിലും അവിടെ നിങ്ങളെ ഉയർത്തിക്കൊണ്ടുവരുവാനും പ്രത്യാശ നൽകി, ചാൻസ് നൽകി നിങ്ങളെ നല്ല ഒരളവിലേക്ക് കൊണ്ടുവരാനും ദൈവം ആഗ്രഹിക്കുന്നു. ഇനി പുതിയ നിയമത്തിലേക്ക് വന്ന് അവിടെയും ഞാൻ 2 ദൃഷ്ടാന്തങ്ങൾ കാണിച്ചിട്ട് നമുക്ക് ഈ ക്ലാസ് അവസാനിപ്പിക്കാം. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ നമുക്ക് ആദ്യം പത്രോസിൻ്റെ കാര്യം നോക്കാം. കർത്താവായ യേശുവിൻ്റെ
ഏറ്റവും അടുത്ത പ്രിയപ്പെട്ട ശിഷ്യനായിരുന്നു പത്രോസ്. എല്ലാ കാര്യത്തിനും മുൻപിൽ വരുന്നവനും എടുത്തിയാട്ടക്കാരനും എന്ത് കാര്യത്തിനും മുമ്പിൽ നിൽക്കുന്നവനുമായ ഒരു ശിഷ്യനായിരുന്നു അദ്ദേഹം. എന്നാൽ നമുക്കറിയാം, ഈ ശിഷ്യൻ അവൻ തെറ്റ് ചെയ്തു, കർത്താവിനെ തള്ളിപ്പറഞ്ഞു. എന്നാൽ അതിനുശേഷം ഒടുവിൽ ദൈവം പത്രോസിന് അവസരം കൊടുത്തു. യേശു ഉയർത്തെഴുന്നേറ്റ ശേഷം പത്രോസിന് പ്രത്യക്ഷനായി പത്രോസിനോട് സംസാരിക്കുന്നു. യോഹന്നാൻ്റെ സുവിശേഷം 21 അധ്യായം 15 വാക്യം നമുക്ക് വായിക്കാം. ജോൺസ് ഗോസ്പൽ ചാപ്റ്റർ 21 വേഴ്സ് 15. അവർ പ്രാതൽ കഴിച്ച ശേഷം യേശു ശീമോൻ പത്രോസിനോട്, യോഹന്നാന്റെ മകനായ ശീമോനെ, നീ ഇവരിൽ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് ചോദിച്ചു. അതിന് അവൻ, ഉവ്വ കർത്താവേ, എനിക്ക് നിന്നോട് പ്രിയമുണ്ട് എന്ന് നീ അറിയുന്നുവല്ലോ എന്ന് പറഞ്ഞു. എന്റെ കുഞ്ഞാടുകളെ മേയ്ക്ക എന്ന് അവൻ അവനോട് പറഞ്ഞു. ഇവിടെ യേശു പത്രോസിന് മടങ്ങി വരാനും തെറ്റുകളെ തിരുത്താനും ഒരു വ്യക്തമായ അവസരം കൊടുക്കുകയായിരുന്നു. ഒരു പ്രാവശ്യമല്ല, 2 പ്രാവശ്യമല്ല, 3 പ്രാവശ്യം താഴോട്ടുള്ള വാക്യങ്ങൾ വായിച്ചാൽ പത്രോസിനോട് യേശു ചോദ്യം ചോദിക്കുന്നു, പത്രോസ് മറുപടി പറയുന്നു. യേശു പറയുന്നു, നീ ഇന്നത് ചെയ്യുക, നീ ഇന്ന ശുശ്രൂഷ ചെയ്യുക, കുഞ്ഞാടുകളെ മേയ്ക്ക, എൻ്റെ ആടുകളെ പാലിക്ക എന്നൊക്കെ യേശു പത്രോസിനോട് പറയുന്ന ഭാഗം നാം കാണുന്നു. എന്നാൽ ഇതിൻ്റെ പുറകിൽ സംഭവിച്ചത്, ചില ദിവസങ്ങൾക്ക് മുമ്പ് സംഭവിച്ചത്, 3 പ്രാവശ്യം ഒരു വേലക്കാരത്തി പെൺകുട്ടിയുടെ മുൻപിൽ പത്രോസ് യേശുവിനെ അദ്ദേഹത്തെ അറിഞ്ഞുകൂടാ എന്ന് തള്ളിപ്പറയുന്ന ഭാഗമുണ്ട്. അത് നമുക്ക് യോഹന്നാൻ്റെ സുവിശേഷം 18 അധ്യായത്തിൽ വായിക്കാം. അതിൻ്റെ 16ഉം 17ഉം വാക്യങ്ങൾ നോക്കാം. ജോൺ 18 വേഴ്സസ് 16 and 17. പത്രോസ് വാതിക്കൽ പുറത്തു നിൽക്കുമ്പോൾ മഹാപുരോഹിതന് പരിചയമുള്ള മറ്റേ ശിഷ്യൻ പുറത്തു വന്ന് വാതിൽ കാവൽക്കാരത്തിയോട് പറഞ്ഞു, പത്രോസിനെ അകത്ത് കയറ്റി. വാതിൽ കാക്കുന്ന ബാല്യക്കാരത്തി പത്രോസിനോട്, നീയും ഈ മനുഷ്യന്റെ ശിഷ്യന്മാരിൽ ഒരുവനോ എന്ന് ചോദിച്ചു. അല്ല എന്ന് അവൻ പറഞ്ഞു. ഇവിടെ നാം കാണുന്നു, പത്രോസ് ഒരു ചോദ്യമുണ്ടായപ്പോൾ പറഞ്ഞു, യേശുവിനെ എനിക്ക് അറിഞ്ഞുകൂടാ, അയാളുമായിട്ട് എനിക്ക് പരിചയമില്ല. 1 അല്ല 2 അല്ല 3 പ്രാവശ്യം പത്രോസ് എനിക്ക് യേശുവിനെ അറിഞ്ഞുകൂടാ എന്ന് തള്ളിപ്പറഞ്ഞു. ഇത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. യേശുവിനെ തള്ളിപ്പറയുന്ന, നേരിട്ട് വായുകൊണ്ട് യേശുവിനെ അറിഞ്ഞുകൂടാ എന്ന് പറയുകയായിരിക്കില്ല. പക്ഷേ പലപ്പോഴും നമ്മുടെ പ്രവൃത്തികൾ കൊണ്ടും ഇടപാടുകൾ കൊണ്ടും കൊടുക്കൽ വാങ്ങൽ കൊണ്ടും നമ്മുടെ വായിലെ വാക്കുകൾ കൊണ്ടുമൊക്കെ പലപ്പോഴും യേശുവിനെ നാം ഡിസോൺ ചെയ്യുന്നവരായി, തള്ളിപ്പറയുന്നവരായി തീർന്നിട്ടില്ലേ? അങ്ങനെയുള്ള അവസരങ്ങളെക്കുറിച്ച് പ്രിയപ്പെട്ടവരെ നാം ദുഃഖിക്കുകയും, കർത്താവേ ഐ എം സോറി, എന്നോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് അവിടുത്തെ അടുത്തേക്ക് നാം മടങ്ങി വന്നാൽ നിശ്ചയമായിട്ടും കർത്താവ് നമുക്ക് വീണ്ടും അവസരങ്ങൾ നൽകും. പത്രോസിന് യേശു അവസരങ്ങൾ കൊടുത്തു. 3 പ്രാവശ്യം തൻ്റെ സ്നേഹത്തെ ഏറ്റുപറയുവാൻ യോഹന്നാൻ 21 അധ്യായത്തിൽ പത്രോസിന് യേശു അവസരം കൊടുത്തു. എന്ന് മാത്രമല്ല, സ്വർഗരാജ്യത്തിൻ്റെ താക്കോൽ പത്രോസിനെ യേശു ഏൽപ്പിച്ചിരുന്നു. അതുപയോഗിച്ച് പെന്തക്കോസ് നാളിൽ യഹൂദ ജനത്തിന് വേണ്ടി ദൈവരാജ്യത്തെ തുറന്നു കൊടുക്കുവാൻ അതിനുള്ള പ്രിവിലേജ്, പദവി പത്രോസിനാണ് കിട്ടിയത്. വീണ്ടും അപ്പോസ്തല പ്രവൃത്തികളിൽ കൊർന്നല്യോസിൻ്റെ ഭവനത്തിൽ വെച്ച് ആദ്യമായി യഹൂദേതരരായ വിജാതിരായ ആളുകൾക്ക് ദൈവരാജ്യത്തിൻ്റെ വാതിൽ തുറന്നു കൊടുക്കുവാനും ഒക്കെ പത്രോസിനാണ് ആ പദവി ദൈവം കൊടുത്തത് എന്ന് കാണുന്നു. ഞാൻ പറഞ്ഞതിൻ്റെ സാരം, ദൈവം നമ്മുടെ 1-2 തെറ്റുകളുടെ അടിസ്ഥാനത്തിൽ നമ്മെ മാറ്റി നിർത്തുന്നില്ല. നമ്മോട് ദൈവം വീണ്ടും ക്ഷമയോടെ നമ്മെ കാണുന്നു, കരുതുന്നു, നമ്മെ വീണ്ടും നമുക്ക് അവസരങ്ങൾ നൽകുന്നു. 2nd, 3rd, 4th മാത്തമാറ്റിക്സിൽ പറയുന്ന പോലെ nth ചാൻസ് വരെ എന്ന് പറഞ്ഞാൽ വളരെയേറെ അവസരങ്ങൾ ദൈവം നൽകുന്നവനാണ്. ഈ ദൈവത്തിൻ്റെ അടുത്തേക്ക് നമുക്ക് മടങ്ങി വരാം. നാമൊക്കെയും പലപ്പോഴും നമ്മുടെ ദോഷങ്ങളാൽ, പാവങ്ങളാൽ യേശുവിനെ തള്ളിപ്പറഞ്ഞിട്ടുണ്ട്. ഈ ലോകത്തിൻ്റെ മോഹങ്ങൾക്ക് ഒരുപക്ഷെ നാം അടിമകളായി തീർന്നിട്ടുണ്ട്. നമ്മുടെ വാക്കും പ്രവൃത്തികളുമൊക്കെ യേശുവിന് ദുഃഖമുണ്ടാക്കിയിരിക്കാം. എന്നാൽ ക്രിസ്തുവിൻ്റെ അടുത്തേക്ക് മടങ്ങി വരുവാൻ ദൈവം നമ്മോട് ആവശ്യപ്പെടുകയാണ്. നിങ്ങൾ മടങ്ങി വരുമോ? യേശു നിങ്ങൾക്ക് അവസരം തരുമ്പോൾ കർത്താവിലേക്ക് മടങ്ങി വന്ന് അവരുമായിട്ട് രമ്യപ്പെടുവാനും അവിടുത്തെ വേല ചെയ്യുവാനും നിങ്ങളെക്കുറിച്ച് കർത്താവ് ആഗ്രഹിക്കുന്നു. അടുത്തതായിട്ട് പുതിയ നിയമത്തിൽ നിന്നും മർക്കോസിനെ കുറിച്ച് നമുക്ക് വായിക്കാം. മർക്കോസിൻ്റെ ജീവിതത്തിൽ നാം കാണുന്ന കാര്യം, താൻ മിഷണറി ശുശ്രൂഷയിൽ നിന്നും, മിഷണറി കോളിൽ നിന്നും താൻ വിട്ടുമാറി എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതിനുശേഷം
ദൈവം തന്നെ വിളിച്ച വിളിയിൽ നിന്നും താൻ പുറകോട്ട് പോയി. അപ്പോസ്തല പ്രവൃത്തികൾ 15-ാം അധ്യായം 36 മുതൽ 38 വരെ വായിക്കാം. ആക്ട്സ് ചാപ്റ്റർ 15 വേഴ്സസ് 36-38. മർക്കോസ് എന്ന യോഹന്നാനെയും കൂട്ടിക്കൊണ്ടു പോകുവാൻ ബർന്നബാസ് ഇച്ഛിച്ചു. പൗലോസോ പാഫുലിയിൽ നിന്ന് തങ്ങളെ വിട്ട് പ്രവൃത്തിക്ക് വരാതെ പോയവനെ കൂട്ടിക്കൊണ്ടു പോകുന്നത് യോഗ്യമല്ല എന്ന് നിരൂപിച്ചു. അങ്ങനെ അവർ തമ്മിൽ ഉഗ്രവാദമുണ്ടായിട്ട് വേർപിരിഞ്ഞു. ബർന്നബാസ് മർക്കോസിനെ കൂട്ടി കപ്പൽ കയറി കുപ്രസ് ദ്വീപിലേക്ക് പോയി. ഇവിടെ മർക്കോസ് തൻ്റെ വേലയിൽ നിന്നും വിട്ടുപോയി എന്ന് നാം വായിക്കുന്നു. അത് ഒരു വീഴ്ചയാണ്, ഒരു പരാജയമാണ് തനിക്ക് സംഭവിച്ചത്. എന്നാൽ അതിനുശേഷം നാം കാണുന്നത് ദൈവം മർക്കോസിന് മടങ്ങി വരുവാൻ അവസരം കൊടുത്തു. ആ അവസരം ഉപയോഗിച്ച് അദ്ദേഹം മടങ്ങി വന്നു. പിന്നീട് അപ്പോസ്തലനായ പൗലോസ് ഈ മർക്കോസിനെ തൻ്റെ വേലയിൽ വീണ്ടും കൂട്ടിച്ചേർക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഫിലെമോൻ്റെ പുസ്തകം 24-ാം വാക്യം വായിക്കാം. ഫിലെമോൻ വേഴ്സ് 24. എന്റെ കൂട്ടുവേലക്കാരനായ മർക്കോസും അരിസ്തർക്കോസും ദേമാസും ലൂക്കോസും നിനക്ക് വന്ദനം ചൊല്ലുന്നു. ഇവിടെ തൻ്റെ കൂട്ടുവേലക്കാരനായി മർക്കോസിനെ പൗലോസ് വീണ്ടും പ്രസ്താവിക്കുന്നു, തന്നെ അംഗീകരിക്കുന്നു എന്ന് കാണാൻ സാധിക്കും. അതിനുശേഷം വീണ്ടും കൊലോസ് ലേഖനത്തിലും ഈ മർക്കോസിനെ റെക്കമെൻഡ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. പത്രോസിന് ഈ മർക്കോസ് റോമിൽ തൻ്റെ കൂടെ സഹകാരിയായിട്ടും തൻ്റെ തർജ്ജമക്കാരനായിട്ടും ഒക്കെ താനായിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതിലുപരിയായിട്ട് ഈ തെറ്റിപ്പോയ വീണുപോയ തൻ്റെ മിഷൻ ഉപേക്ഷിച്ച് കളഞ്ഞ ഈ മർക്കോസിന് ആദ്യത്തെ സുവിശേഷം എഴുതുവാനുള്ള ഒരു പദവിയും ദൈവം കൊടുത്തു എന്ന് കാണാൻ സാധിക്കും. മർക്കോസിൻ്റെ സുവിശേഷമാണ് ആദ്യത്തെ സുവിശേഷം എഴുതപ്പെട്ടതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നാം ഈ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രിയ സ്നേഹിതരെ, സഹോദരങ്ങളെ, ദൈവം നിങ്ങൾക്ക് ഓരോരുത്തർക്കും നിങ്ങൾക്ക് പ്രത്യാശ നൽകുന്ന ദൈവമാണ്. ദൈവം ചാൻസസ് നൽകുന്നവനാണ്. നിങ്ങളുടെ ജീവിതത്തിൽ തെറ്റുകൾ സംഭവിച്ചു, എന്നാൽ മടങ്ങി വന്ന് കാര്യങ്ങളെ യഥാസ്ഥാനപ്പെടുത്തി ദൈവസന്നിധിയിൽ വന്ന് കാര്യങ്ങളെ ശരിയാക്കിയാൽ ദൈവം വീണ്ടും വീണ്ടും അവസരങ്ങൾ നൽകുന്നവനാണ്. അവിടുത്തെ മുമ്പിൽ പ്രത്യാശയോടെ അടുത്ത് വരാം. ഗോഡ് ഓഫ് ഹോപ്പ്, പ്രത്യാശ നൽകുന്ന ദൈവം, അതാണല്ലോ നാം ആദ്യം ചിന്തിച്ചു തുടങ്ങിയത്. വീണ്ടും വീണ്ടും അവസരങ്ങൾ നൽകുന്ന ദൈവം ഇന്നും ജീവിക്കുന്നു. ആ ദൈവത്തിൽ നമുക്ക് ആശ്രയിക്കാം, ശരണപ്പെടാം. ദൈവം ഈ വചനങ്ങളാൽ നമ്മെ പ്രോത്സാഹിപ്പിക്കുകയും ഉത്സാഹിപ്പിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു.